ഇന്നത്തെ എൻ്റെ റെസിപ്പി അല്ല. ഇത് നമ്മളുടെ പേളിമാണിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയായിരിക്കും. എഗ് ഓംലെറ്റ്, അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ എഗ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ 2-3 പച്ചമുളക്, എരിക്കനുസരിച്ച് നമ്മൾ പച്ചമുളകും കൂടെ എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 മുട്ടയാണ് പേളിമാണി എടുത്തേക്കുന്നത്. പക്ഷേ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1-2 ആൾക്കാരുണ്ടായിരുന്നേ. ഞാൻ ചെറുതായിട്ട് പേളിമാണി ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ മുട്ടയ്ക്കകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. എന്നിട്ട് സവാളയും പച്ചമുളകും കൂടെ കുറച്ച് വഴറ്റണം. അതിന് ശേഷം വേണം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത് ഇതിൻ്റെ കൂടെ വഴറ്റാൻ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. സവാള ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ പാലും കൂടെ ഇതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എഗ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തത്. സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ നല്ല വഴറ്റിയെടുക്കും. എന്നിട്ട് ആ പാനിലാണെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് വെക്കണം, ആ ടൊമാറ്റോയും ഉള്ളിയും എല്ലാം കൂടെ. അതിന് ശേഷം വേണം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഈ എഗ് ഓംലെറ്റിന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. നമ്മളിപ്പം സവാളയും പച്ചമുളകും മാത്രം കട്ട് ചെയ്ത് നമ്മൾ എഗ് ഓംലെറ്റ് ഉണ്ടാക്കത്തില്ലേ, അതിൽ നിന്ന് വേറൊരു രുചി തന്നെ ആയിരുന്നു. എനിക്കും ഇത് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് തന്നെയാണേ. നമ്മളിതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് നമ്മൾക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മുളകെടുത്ത് നമുക്ക് കുറച്ച് പൊടിച്ചിട്ട് കൊടുത്താലും മതിയാകും. എന്നിട്ട് നമ്മൾ ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിടുന്നില്ല ഞാൻ. നമുക്കിത്രയും വെന്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിടുകയും ചെയ്യാം. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.